കഥയാണ് ഒഡീഷയിലെ സാന്താൾ ഗോത്രവർഗ്ഗക്കാരുടേത്. ഒഡീഷയിലെ ഉബർബേദ ഗ്രാമത്തിൽ നിന്ന് റെയ്സാന കുന്നുവരെ എത്തിയ ഒരു പെൺപെരുമയുണ്ട്, ദ്രൗപദി മുർമു. വിവേചനങ്ങളെ മറികടന്ന് പോരാടി മുന്നിലെത്തിയ ഗോത്ര നേതാവ്. ജൂനിയർ ക്ലർക്കായും അധ്യാപികയായും പിന്നീട് ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക്. കൗൺസിലർ, MLA, മന്ത്രി, അങ്ങനെ ഭരണപാടവത്തിന്റെ ദ്രൗപദി അധ്യായങ്ങൾ പിറന്നു തുടങ്ങി. വനമേഖലയിലുള്ള സ്വന്തം ഗ്രാമത്തിൽ നദിക്ക് കുറുകെ പാലം നിർമ്മിച്ചപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടത് വർഷങ്ങളായുള്ള ആവശ്യം മാത്രമല്ല, ഇരുൾ വനത്തിലെ ജനതയ്ക്ക് വെളിച്ചത്തിലേക്കുള്ള പാലമായി അത്. 2016 2 ഭൂനിയമങ്ങൾ പൊളിച്ചെഴുതാനുള്ള ജാർഖണ്ഡ് സർക്കാർ നീക്കം വിവേചനാധികാരം ഉപയോഗിച്ച് എതിർത്ത ഗവർണർ. അങ്ങനെ നിശ്ചയദാർഢ്യത്തിന്റെ പുതിയ അധ്യായങ്ങൾ പിറന്നു. വ്യക്തിജീവിതത്തിലെ തീവ്രമായ ദുരനുഭവങ്ങളിലും തളരാത്ത പോരാളിയായി ദ്രൗപദി മുർമു. അവർ രാഷ്ട്രപതി കസേരയിലെത്തിയപ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൂടിയായി. KR ഗൗരിയമ്മ കേരളത്തിന്റെ വിപ്ലവ പഥങ്ങൾക്ക് അതിരുകളില്ലാത്ത സമരവീര്യത്താൽ കരുത്തു പകർന്ന വനിത. അശരണരെ ചേർത്തു നിർത്തിയ അരൂരുകാരുടെ കുഞ്ഞമ്മ. 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. തൊഴിലാളി കർഷക പ്രക്ഷോഭങ്ങളിൽ അണിചേർന്നതിന്റെ പേരിൽ നിരവധി തവണ ജയിൽവാസം. ലാത്തിക്ക് ബീജമുണ്ടായിരുന്നെങ്കിൽ 1000 ലാത്തിക്കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് വരും തലമുറയ്ക്ക് അത്ഭുതമാകാം. തൊഴിലാളികളുടെ സമരനായിക. പിന്നീട് നടന്നു കയറിയത് അധികാര കസേരകളിലേക്കാണ്. അതിനിടെ ഗൗരിയും TV തോമസും ഇരുമെയ്യും ഒരു മനസ്സുമായി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ഗൗരിയമ്മ CPM-നും TV തോമസ് CPI-യിലുമായി. ഇണക്കം പിന്നീട് പിണക്കമായതും രാഷ്ട്രീയ ചരിത്രമായി. EMS നേതൃത്വം നൽകിയ പ്രഥമ മന്ത്രിസഭയിൽ റവന്യൂ, എക്സൈസ്, ദേവസ്വം വകുപ്പ് മന്ത്രി. 1967 രണ്ടാം EMS മന്ത്രിസഭയിലും 1980 87 നായനാർ മന്ത്രിസഭയിൽ ഭരണപാടവത്തിന്റെ പുത്തൻ അധ്യായങ്ങൾ രചിച്ചു ഗൗരി. സംസ്ഥാനത്തിന്റെ വികസന പുരോഗമന പാതയിൽ ഭൂപരിഷ്കരണ നിയമമടക്കം ഗൗരിയമ്മയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഏടുകൾ നിരവധിയാണ്. 1994 ജനുവരിയിൽ CPM-ൽ നിന്ന് പുറത്താക്കിയപ്പോഴും പതറാത്ത ഗൗരി. വിപ്ലവത്തിന്റെ തീച്ചൂളയിൽ സ്ഫുടം ചെയ്തെടുത്ത ഗൗരി 102-ാം വയസ്സിൽ ചരിത്രമായി. ആണധികാരത്തെ കൂസാതെ തലയെടുപ്പോടെ നിവർന്നു നിന്ന ഗൗരിയമ്മയ്ക്ക് പകരം വെക്കാൻ മറ്റൊരു മലയാളി വനിത ഇല്ലെന്ന് തന്നെ പറയാം. ഗഗൻയാനും ബഹിരാകാശ സഞ്ചാരികളും അഭിമാനവും ആഘോഷവുമാകുന്ന കാലമാണ്. ബഹിരാകാശ സ്വപ്നങ്ങൾ കയ്യെത്തും ദൂരത്തെത്തുമ്പോൾ ഈ ദിവസം അവളെ മറക്കാനാകുമോ? സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന ജീവിതം കൊണ്ട് കാട്ടിത്തന്ന കൽപ്പന ചൗള. 4-ാം വയസ്സിൽ കടലാസുകൊണ്ട് വിമാനമുണ്ടാക്കി കളിച്ച പെൺകുട്ടി. പ്രായത്തിനൊപ്പം കൽപ്പനയുടെ ആകാശ സ്വപ്നങ്ങളും വളർന്നു. ആ സ്വപ്നങ്ങൾക്ക് ചിറകുവെച്ചത് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത ആ ബാച്ചിലെ ഏക പെൺകുട്ടി. വലിയ സാധ്യതകളിൽ നിന്ന് വിമർശിച്ചവർക്ക് പിന്നീട് അവൾ ഒരു വിസ്മയമായി. 2003 ജനുവരി 16 മറ്റ്6 പേർക്കൊപ്പം STS-107 കൊളംബിയ വാഹനത്തിൽ ബഹിരാകാശത്തേക്കുള്ള കൽപ്പനയുടെ യാത്ര. 17 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ചരിത്ര ദൗത്യം. ഇന്നും കണ്ണീരോർമ്മയാണ് കൽപ്പന ചൗള. കെന്നഡി സ്പേസ് സെന്ററിൽ വെഹിക്കിൾ അസംബിൾ ബിൽഡിംഗിലെ ഉപയോഗിക്കാതെ കിടക്കുന്ന വലിയ മുറിയിൽ കൊളംബിയയുടെ അവശിഷ്ടങ്ങൾ ഇന്നുമുണ്ടാകും. ശമ്പളത്തിന്റെ ഭൂരിഭാഗവും പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സംഭാവന ചെയ്ത കൽപ്പന ചൗള. അവളെ എന്തിനു പഠിപ്പിക്കണം എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കൾ ഇന്നുമുണ്ട്. അവർക്കുള്ള ഉത്തരമാണ് നിത്യവും ജ്വലിക്കുന്ന കൽപ്പന ചൗള. സുഖലോലുപതകളെല്ലാം ഇട്ടെറിഞ്ഞ് നിർധനർക്കായി ജീവിക്കുക, അതാണ് യഥാർത്ഥ പോരാട്ടം. കോട്ടയം പാലാ പൂവരണിയിൽ പുല്ലാട്ട് മാത്യുവിന്റെയും ഏലിക്കുട്ടിയുടെയും 14 മക്കളിൽ മൂത്തവൾ മേഴ്സി മാത്യു. മേഴ്സി എന്നാൽ ദയ. ബായി ഗോത്രവർഗ സ്ത്രീകളുടെ വിളിപ്പേരാണ്. ദയാബായി. അശരണർക്ക് കൈത്താങ്ങായ ജീവിതം. ആദിവാസികളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ പട നയിച്ചു. ആദിവാസികളെ അക്ഷരം പഠിപ്പിച്ചു. അവരെ സ്വയം പര്യാപ്തതയിലേക്ക് കൈപിടിച്ചു നടത്തി. ഗോത്രവർഗക്കാരുടെ ക്ഷേമം കർമ്മഭൂമികയാക്കി ദയാബായി.
ശാരീരികമായി ആക്രമിക്കപ്പെട്ടിട്ടും വിട്ടുവീഴ്ചയില്ലാതെ പിന്മാറാതെ അധികാര കേന്ദ്രങ്ങളോട് സമരസപ്പെടാതെ ഇന്നും പോരാട്ടം തുടരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് ബൈബിൾ വചനം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ഗാന്ധിജിയും. യേശുക്രിസ്തുവിൻ്റെയും ഗാന്ധിജിയുടെയും ജീവിതവും ആശയങ്ങളുമാണ് ദയാബായിക്ക് പ്രചോദനം. മാറ്റം സാധ്യമാണ്, പെണ്ണൊരുത്തി മനസ്സ് വെച്ചാൽ. അത് ജീവിതം കൊണ്ട് തെളിയിച്ചു ദയാബായി.